നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാം രാശിയിലായിരുന്നു. തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ്. തുലാം 10 സൂര്യന് അതിനീചവുമായിരുന്നു. പ്രായണ ഒരു ഗ്രഹം തൻ്റെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം, ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല. കാരണം ഗ്രഹത്തിന് ബലമില്ല. നീചഗ്രഹേ അധപ്പതനം സവൃത്തേഹി ദൈന്യം ദുരാചാരം ഋണാത്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം. ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം, തനിക്ക് പതനമുണ്ടാകുന്നു. സ്വവൃത്തേഹി, തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത്. ദൈന്യം, ദീനത, തൻ്റെ ദുഃഖം മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. ദുരാചാരം, അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി. ഋണാപ്തിമാഹുഹു, അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും, കടത്തിൽ മുങ്ങിപ്പോകും. നീചാശ്രയം, പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും. കീകടദേശവാസം, പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ വരും. ഭൃത്യത്വം, പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും. അനർത്ഥകാര്യം, അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്നുപെടും. അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. പല അനർത്ഥങ്ങളിൽ, അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം, അല്ലെങ്കിൽ നാശങ്ങളുമാകാം. അധ്വാനം, അനാവശ്യമായ അധ്വാനങ്ങൾ ഉണ്ടാവുക, തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീച രാശിയിൽ പ്രവേശിക്കുമ്പോൾ. ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ. അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു. ശുക്രൻ നീചരാശി കഴിഞ്ഞു. ഗ്രഹങ്ങളൊക്കെ ബലത്തോടുകൂടി വരികയാണ്. ഇവിടെ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ. ശത്രു മന്ദസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹെ. അല്ലേ, ശത്രു മന്ദസിതോ, തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ്. സമ ശശിസുത, ബുധനാണെങ്കിൽ സമനാകുന്നു. മിത്രാണി ശേഷ രവേഹെ, ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ്? ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ്. അതിനാൽ സൂര്യൻ സുഹൃക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട്. നീചസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സുഹൃക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വൃശ്ചികം 1 ധാരാളം പ്രത്യേകതകളുണ്ട്. വൃശ്ചികം 1 ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ്. അതിനാൽ ജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടുകൂടെ അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം. വൃശ്ചിക മാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം, വൃശ്ചിക മാസ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ്. ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1201 തുലാമാസം 30-ാം തീയതി, അതായത് 2025 നവംബർ മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 1:30 വൃശ്ചിക രവി സംക്രമം, വൃശ്ചിയിലേക്ക് രവി സംക്രമിക്കുന്നത്. സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ്. അതിനാൽ തുലാമാസം 30-ാം തീയതിയും വൃശ്ചികം 1-ാം തീയതിയും ധർമ്മദൈവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക. അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ വൃശ്ചിക രാശിയിലെ ഫലം ഇപ്രകാരമാണ്. ക്രൂര സാഹസികോ വിഷാർജിതധനഃ ശസ്ത്രാന്തക അളിസ്ഥിതേ. അളി വൃശ്ചികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ. ക്രൂരഹ, അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും, വിഷമ സ്വഭാവം പ്രകടിപ്പിക്കും. സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ച് വന്നാൽ അഘരതം, പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചൊവ്വാക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത പ്രകടിപ്പിക്കും. സാഹസിക, യത്കാര്യന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക. അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും. ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സാഹസിക, യത്കാര്യം യഹ,
അസമീക്ഷ കരോതി സഹ സാഹസിക. ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത്. വിഷാർജിതനഹ, തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു. അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകളാകാം, അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ. ഇതൊക്കെ എന്താണ്? വിഷമാകുന്നു. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം. അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ്, ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഗ്യാസ്, ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ്, ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ശസ്ത്രാന്തക, ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക. പലപ്പോഴും സർജറി, ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ. വൃശ്ചിക രാശിയുടെ എംബ്ലം തന്നെ എന്താണ്? തേളാണ്. വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ പോലെ ആയിപ്പോവും? താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കണം. ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക. പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക, എല്ലാവരും പരിത്യജിക്കുക. ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട്. എപ്പോഴും തൻ്റെ കാര്യം നോക്കുക. സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ. പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദിത്യൻ്റെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 മാസമായി മീനൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിലായിരുന്നു? കന്നിയിൽ വന്നു, അതിനുശേഷം തുലാത്തിൽ വന്നു. രണ്ടും വളരെ മോശമാണ്. അതിൽ നിന്നും വിഭിന്നമായി കാര്യങ്ങൾ സഗൗരവം മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ശേമുഷി കരുത്തിത സൂര്യൻ പ്രദാനം ചെയ്യുന്നു. ആ സൂര്യനിത 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ധർമ്മം, ധനം, സുഖം, ഇതൊക്കെ ഭജിക്കും 9-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ. വരാഹമിഹിരാചാര്യൻ പറഞ്ഞതാണ്, പലപ്പോഴും വിദേശത്ത് പോയി വളരെയധികം പ്രഗത്ഭരാവുക, രക്ഷപ്പെടുക, ഭാര്യയോടും നല്ല വസ്ത്രങ്ങളോടും കൂറ് കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന, ഉയർന്ന മൂക്കുള്ള, നല്ല നാസിക, ബൗദ്ധികതയുടെ ലക്ഷണങ്ങളുള്ള മൂക്കുള്ളവരാണ് മീനൻ രാശിക്കാർ. ഇവിടെ മീനൻ രാശിക്കാർക്ക് 6-ാം ഭാവാധിപനായ സൂര്യനാണ് 9-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ശത്രുപതി 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ സഹോദരങ്ങളുടെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം, പിതാവിൻ്റെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. പിതൃകാരകനായ സൂര്യൻ 9-ാം ഭാവത്തിൽ വന്നാൽ അച്ഛന് ദോഷമാണ് ഈ ഒരു മാസക്കാലം. പ്രായമുള്ള മുതിർന്ന അച്ഛൻ്റെ പേരിലും സഹോദരൻ്റെ പേരിലുമൊക്കെ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒരു മാസക്കാലം ചെയ്യുക. നിങ്ങളുടെ പേരിൽ കൂളമാല ജലധാര ചെയ്യുക. ശരീരത്തിൻ്റെ അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. പാദങ്ങൾക്കും കൈകൾക്കും പരിക്കുകൾ വരിക, വീഴുക, എല്ല് പൊട്ടുക, ഇതൊക്കെ സൂര്യൻ ഉണ്ടാക്കും. ചിലപ്പോൾ ചെവിക്കുണ്ടാകുന്ന ചില വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതിനു മുമ്പ് മീനൻ രാശി ആരൊക്കെയാണ്? പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ 9-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദിവാനായികയെ ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത. ദുഷ്ടത 9-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ അയാൾ ദുഷ്ടസ്വഭാവം പ്രകടിപ്പിക്കും. അവിടെ ചൊവ്വാക്ഷേത്രമാണ്. ഇന്ന് ചൊവ്വാക്ഷേത്രത്തിൽ വൃശ്ചികൻ രാശിയിൽ ചൊവ്വയുമുണ്ട്. പലപ്പോഴും അതികഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അത് പൊളിറ്റിക്സിലായാലും പോലീസ് ഓഫീസറായാലും മിലിറ്ററിക്കാരായാലും പലപ്പോഴും യുദ്ധസന്നദ്ധനാകുമ്പോൾ പെട്ടെന്ന് കമാൻഡിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. മറ്റുള്ളവരെ തല്ലിച്ചതക്കാൻ 9-ലെ സൂര്യനും ചൊവ്വയും വളരെ നല്ലതാണ്. ഇവിടെ RPF ഓഫീസർമാർ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ബന്ധപ്പെടുന്ന ഓഫീസർമാർ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിൾമാർ, ഓഫീസർമാരൊക്കെ തന്നെ പ്രകോപനമില്ലാതെ മറ്റുള്ളവരെ മർദ്ദിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. മർദ്ദിക്കുമ്പോൾ അതിക്രൂരമായി മർദ്ദിക്കുക എന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാകും. വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ വിഭാഗത്തിലും ക്രിമിനൽസും ഉണ്ട്. ആ ക്രിമിനലിസം അതിനെ വല്ലാതെ ഈഗോയിലേക്ക് വന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. വളരെ ജാഗ്രത പാലിക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചിന്തകൾക്ക് അവസാനമില്ല. എന്നാൽ ചാപ്നോതി ചിന്താവിരാമോ അസ്യ ചേത, മനസ്സിന് ചിന്തയ്ക്ക് അതിരില്ല, ചിന്തിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ശ്രദ്ധിക്കണം. 9-ലെ സൂര്യൻ ചൊവ്വയോട് കൂടി നിൽക്കുമ്പോൾ പല കാര്യങ്ങളിലും വേണ്ടത്ര പക്വതയില്ലാതെ തീരുമാനങ്ങൾ എടുത്തു ചാടി ബുദ്ധിമുട്ടുകളുണ്ടാകും. തപശ്ചര്യ അനിച്ഛയാപി പ്രയാതി, ഇഷ്ടമില്ലാതെ തപസ് ചെയ്യേണ്ടി വരും. അതിനാൽ ദേവാലയ ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ
തനിക്ക് മനസ്സിന് സുഖവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്ന യാത്രകൾ മാത്രം നടത്തുക. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. ക്രിയാതുങ്കതാം, ജോലിയിൽ തനിക്ക് അങ്ങേയറ്റം പവർ ലഭിക്കും. ജോലിയിൽ തനിക്ക് അംഗീകാരം ലഭിക്കും. തൻ്റെ കാര്യങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞ 2 മാസമായി ബുദ്ധിമുട്ടുകളാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കഴിവ്. തപ്യത സോദരേണ, തൻ്റെ സഹോദരനാൽ തനിക്ക് ദുഃഖം വരും. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, പിതൃകാരകനായ സൂര്യൻ പിതൃഭാവം 9ാം ഭാവമാണ്. അവിടെ വരുമ്പോൾ അച്ഛന് ദോഷം, അപ്പുറം സഹോദരങ്ങൾക്കും ദോഷം. ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാം മീനൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.